ഈ 100 കട്ടിലും 3-4 തവണയായിട്ട് നമ്മുടെ ഈ പുറകിൽ കാണുന്ന ജീപ്പില് വയനാട്ടിൽ എത്തിക്കുമെന്നുള്ളൊരു ചലഞ്ചുമായിട്ടാണ് പുള്ളി നിൽക്കുന്നത്. ഒരാൾ കൊണ്ട് കൊടുക്കുന്ന 100 വീട് കൊടുക്കുമ്പോൾ ആ 100 വീട്ടിൽ നമ്മൾ ഓരോ കട്ടില് കൊടുക്കാൻ അപ്പോൾ ഇവര് വീടും പൂർത്തീകരിക്കും. നമ്മൾ ഓരോ കട്ടില് വറക്കിട്ട് കൊടുക്കുമ്പോൾ ആ കട്ടിലെല്ലാം ചെയ്യുമ്പോൾ അവർ കിടക്കാം. അത്രേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നിൽക്കുന്നത് പത്തനാപുരത്താണ്. എന്റെ കൂടെ നിൽക്കുന്ന ഈ മനുഷ്യൻ അസീസ് എന്നാണ് പേര്. അബ്ദുൾ അസീസ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത്രയും വലിയൊരു മനുഷ്യ സ്നേഹിയെ എനിക്ക് നമ്മുടെ പത്തനാപുരത്ത് കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇപ്പം പുതിയതായിട്ട് പുള്ളി ഇപ്പം ചെയ്യാൻ പോകുന്നത് 1, 2, 10 ഒന്നുമല്ല, 100 കട്ടിലാണ് വയനാട് കൊടുക്കാൻ പോകുന്നത്. ഇത് ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. ആദ്യമായിട്ട് RCCയിലെ 8ാമത്തെ നിലയിൽ 20 കട്ടില് 20 കട്ടിലുമായിട്ട് തുടങ്ങിയ പരിപാടിയാണ്. കാര്യം ആദ്യത്തെ വെള്ളപ്പൊക്കത്തിൽ അത്രയ്ക്ക് വലിയൊരു മനുഷ്യ സ്നേഹിയാണ്. ഇപ്പം കഴിഞ്ഞ വേനലിൽ കിളികൾക്ക് വെള്ളം കൊടുക്കാനായിട്ട് തന്നെ എൻ്റെ ഈ പുറകിൽ കാണുന്ന ജീപ്പും കൊണ്ടുപോയി കുറേ ദുരിതപ്പെട്ടു. അവിടെ പോയല്ലേ, വണ്ടി പൊളഞ്ഞു പോയി. അങ്ങനെയൊക്കെ ഉള്ളൊരു വലിയ മനുഷ്യ സ്നേഹിയാണ്. ഇപ്പം വയനാട്ടിലേക്ക് 100 കട്ടിലുമായിട്ട് ഈ ജീപ്പ് ഓടിച്ചുകൊണ്ട് 3-4 ട്രിപ്പായിട്ട് കൊണ്ടു കൊടുക്കാമെന്നാണ് അസീസണ്ണൻ പറയുന്നത്. അസീസണ്ണ നമസ്കാരം. നമസ്കാരം. എന്താണ് പുതിയ വയനാട് RCCയിലേക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ വയനാട്ടിലാണ് പുതിയതായിട്ട് കട്ടിലിറക്കാൻ പോകുന്നത്? വയനാട്ടിലെ RCCയിലെ ദുരന്തം വെച്ചാലേ 8ാമത്തെ നിലയിലെ 20 രോഗികൾ കിടക്കുക. 8ാമത്തെ നിലയില്. അപ്പൊ പേരുകട മെന്റൽ ഹോസ്പിറ്റലിൽ അവിടെ ഒരാളിനെ സുഖമില്ലാതെ കൊണ്ടുപോയപ്പോൾ അവിടെ കൊണ്ടുപോയത്തെ ദുരന്തം ആ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ രോഗികള് അവര് ഈ തുണിയം പഠിക്കുന്നത് മോശമായ ഭാഷ, മലമൂത്ര ദിവസം ചെയ്യുന്നത് തുണികളെല്ലാം ചീത്തയാകുമായിരുന്നു. അപ്പോഴ് ചീത്തയാകുമ്പോൾ അവർ മിഷൻ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ ഗവൺമെൻറ് ഇപ്പം എത്ര കൊടുത്താലും മതിയാവില്ല. അപ്പോൾ തുണി ചോദിച്ചു. അപ്പോഴങ്ങനെ ഇതുപോലെ ഒരു തുണിയായിട്ട് അവിടെ പോയി. അപ്പോഴാ ഡോക്ടർ നമ്പർ നോട്ട് ചെയ്തിട്ട് RCC വിളിച്ചു. അത് 8ാമത്തെ നിലയിലെ 20 രോഗികൾ ഏത് സമയം മരിക്കും. അപ്പോൾ അവരിങ്ങനെ അവരുടെ കൂടെ അവർക്ക് കിടക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കിടക്കുന്ന കട്ടിലുണ്ട്, മരുന്നും എല്ലാം ഉണ്ട്. പക്ഷേ അവരുടെ കൂടെ നമ്മളപ്പോൾ നിൽക്കുന്നതാണ് ഞാൻ കൈയും കെട്ടി വരുന്നത്. ഇപ്പം കാരണം നല്ല വെള്ള ടൈല. അവർക്കൊന്ന് കാല് കൊത്താനൊരു അവസരം വേണമായിരുന്നു. അപ്പോൾ അവിടുത്തെ സൂപ്രണ്ട് വിളിച്ച് പറഞ്ഞു. കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. പിന്നെ അന്ന് കഴിപ്പിച്ച് ചോദിച്ചത് അവിടെ ഇതുപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് വണ്ടി കയറ്റി 20 കട്ടിൽ കൊണ്ടുപോകും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വയനാട് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഒരു 10ാമത്തെ വയസ്സിൽ കോൺഗ്രസ് വരുന്നതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി 100 വീട് കൊടുക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി കൊടുക്കുന്ന 100 വീട് കൊടുക്കുമ്പോൾ ആ 100 വീട്ടിൽ നമ്മൾ ഓരോ കട്ടിൽ കൊടുക്കാൻ അല്ല, ഒരു വീട്ടിൽ മാത്രമല്ല. അപ്പോൾ ഒരു വീട്ടിൽ കട്ടിൽ മേശ അലമാരയും കൂടെ ആ ഒരു വീടും തീരും. അത് 100 വീട്ടിലേക്ക് 100 കട്ടിൽ വയനാട്ടിൽ എത്തിക്കുന്നത്. നല്ല തടിക്കകത്ത് നല്ലതായിട്ട് ചെയ്ത് ലോക്കലല്ല. അപ്പം 2000 രൂപ കൊടുത്താലേ കട്ടിൽ കിട്ടും വയനാട്ടിലൊക്കെ. അപ്പം 2 ലക്ഷം രൂപ അടുത്ത് കിട്ടും. നമ്മൾക്ക് അതിൽ കൂടുതൽ ചിലവാണ്. അതെ, ചിലപ്പോൾ ചില പെൻഷൻ ഉണ്ട്. എൻ്റെ മക്കളൊക്കെ അവിടെ ജോലിയുള്ളവരുണ്ട്. മരുമോനെ പൈലറ്റാ, എയർപോർട്ടിലെ എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് സമയത്ത് ഒരു 1.5 മാസത്തോളം എടുക്കും. ഇന്നിപ്പോൾ അതിൻ്റെ പണി തുടങ്ങി. ഇപ്പം ഈ പറയുന്ന പോലെ വെറും ലോക്കൽ കട്ടിലൊന്നും അല്ല, നല്ല തടിയിൽ നല്ല തേക്കിലും ആഞ്ഞിലിയിലും ഒക്കെ പണിയുന്ന തേക്കും മാഞ്ഞൊക്കെ ചെയ്യണം. കാരണം നമുക്ക് 2000 രൂപ കൊടുത്തെങ്കിൽ വയനാട്ടിൽ പോയ കടി ഇവിടുന്ന് കിട്ടും കട്ടില്, തൊടുപുഴ മൂവാറ്റുപുഴയൊക്കെ. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് 2010 കട്ടിലും 100 കട്ടിലും വാങ്ങിച്ചു കൊടുത്ത് പടവും എടുത്തെടുത്ത് ചാനലിൽ കൊടുത്ത് ഒരു പ്രദർശനം കാണിച്ച് മങ്ങി വരാം. പക്ഷേ അത് കൊടുത്ത് 6 മാസം 1 വർഷം കഴിയുമ്പോൾ ഞാൻ പാട്ടിന് പോകും. കൊടുത്താൽ അത് ജീവിതത്തിൽ കിടക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആശാരി എടുത്തിട്ട് നമ്മുടെ പുഴയുടെ തടിയുണ്ട്. ആ തടി തന്നെ പണിഞ്ഞിട്ട് 100 കട്ടിൽ പണിഞ്ഞ് 2-3 ട്രിപ്പായിട്ട് എൻ്റെ വണ്ടിയിൽ ഞാൻ. അതായത് ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ട്? അതൊന്നും പറയരുത്. പെൻഷനായിട്ട് ഇപ്പൊ അത്യാവശ്യം നല്ല പ്രായമുണ്ട് പെൻഷന്. പക്ഷെ ഇപ്പോഴും ചുറുചുറുക്ക് വിട്ടിട്ടില്ല. ഈ 100 കട്ടിലും 3-4 തവണയായിട്ട് നമ്മുടെ ഈ പുറകിൽ കാണുന്ന ജീപ്പില് വയനാട്ടിൽ എത്തിക്കുമെന്നുള്ളൊരു ചലഞ്ചുമായിട്ടാണ് പുള്ളി നിൽക്കുന്നത്. മറ്റേത് വയനാട്ടിലെ ഇവിടെ RCC പോയത് അങ്ങനെയാണല്ലോ, വണ്ടിയിൽ തന്നെ. RCC പോയത് പോലും ഈ വണ്ടിക്കകത്ത് കട്ടിൽ കയറ്റി കൊണ്ടുപോകാൻ നമ്മൾ കയറുക, ഓടി കരയൊക്കെ കിട്ടുക, നമുക്ക് അതാണ് നമ്മളുടെ ആദ്യം താക്കോ എടുക്കുക, ദൈവമേ താക്കോ എടുക്കുക. പിന്നെ ചെയ്യണമെന്നുള്ളത് നമുക്കൊരു ഒരു ആഗ്രഹമല്ല, ആവേശം. കാരണം കൊടുക്കണം. നമ്മൾ രാത്രി സുഖമായിട്ട് ആഹാരം കഴിച്ച് ഇവിടുന്ന് കുളിച്ച വൃത്തിയായിട്ട് അതിനായിട്ട് സുഖത്തേക്ക് കട്ടിക്കിട തുടങ്ങുന്നു. സുപ്രഭാതത്തിൽ നമ്മുടെ ഈ വാഹനവും വീടും എല്ലാം കൂടെ ഒറ്റ പോക്ക് പോയിട്ട് ഇവിടെ എല്ലാം ഒരു ശ്വാസമായി കഴിയുമ്പോഴത്തേക്ക് എന്തുവാ അതിനെ കയറ്റി. അപ്പോൾ നമ്മളോട് ഭാര്യയും മക്കളും കുഞ്ഞുങ്ങളും എല്ലാമായിട്ട് ജീവിക്കുന്നവരെ ഇല്ല. പിന്നെ ബാക്കിയുള്ളവർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പം ഏതായാലും ഞങ്ങൾ കോൺഗ്രസിൻ്റെ ആൾക്കാർ, പക്ഷേ അത് ഗവൺമെൻറ് കുറ്റം പറഞ്ഞില്ല. അവർ ചെയ്യാം, നമുക്ക് ചെയ്യേണ്ടത് എന്ന് വെക്കും. വാട്ട് വി ക്യാൻ ഡു ഇറ്റ് ഫോർ ദി പൂവർ പീപ്പിൾസ്. അപ്പോൾ അവർ പോകുമ്പോഴത്തേക്ക് ഇവർക്ക് കിടക്കണം രാത്രി കട്ടിന് ഗവൺമെൻറ്
രാഹുൽ ഗാന്ധി 100 കട്ടിൽ കൊടുക്കുമ്പോൾ 100 അല്ല, രാഹുൽ ഗാന്ധി 100 വീട് വീട് കൊടുക്കുമ്പോൾ 100 കട്ടിൽ നമ്മുടെ ആയിരിക്കണം. പത്തനാപുരത്തുകാരുടെ അസീസിനല്ല പ്രാധാന്യം. അതെ, അത് നോക്കണം, പുള്ളിയുടെ മനസ്സ് കണ്ടോണം. അസീസ് എന്ന് പറയുന്ന വ്യക്തിയല്ല, പത്തനാപുരമാണ് കൊടുക്കാൻ പോകുന്നത്. അതായത് നമ്മൾ കട്ടില് 20 കട്ടിലുണ്ടാക്കി അവിടെ പോയി RCD പോയപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അവിടെ സാധനം കിടപ്പുണ്ട്, ഗവൺമെന്റ് കൊടുത്ത കട്ടില്. അപ്പോൾ ആ കൊടുത്ത കട്ടിലും ഇതുമായിട്ട് തേരുത്, അവൻ നിങ്ങളുടെ പേരിടണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞ പേര് നോക്കത്തെന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുൽ അസീസ് 90, 42, 89 ചെറുതായിട്ട് എഴുതി. പത്തനാപുരം വലുതായിട്ട്. ഇപ്പൊ ദൂരെ നോക്കിയാൽ പത്തനാപുരം, ആര് നോക്കിയാൽ ചെളിക്കുഴിക്കാർ അവിടെ ചെന്നു. അവിടെ പത്തനാപുരത്തേക്ക് പേര് കിടക്കും. അതെ, അപ്പൊ എന്റെ നാടിന്റെ നമുക്ക് നമ്മുടെ നാടിനോട് അഭിമാനം കാണുമ്പോ പോലും. അപ്പൊ ഈ 100 കട്ടില് പണിയുന്നത് ഇപ്പൊ ഇവിടുന്ന് മാറി കുണ്ടയം എന്ന് പറയുന്ന അവിടെ ആകുമ്പം അവിടെ ആകുമ്പോഴേ വിശ്വാസമായ നല്ല പണിക്കാരനാണ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവർ സ്ഥിരമായിട്ട് പണിഞ്ഞു തരും. അവർക്ക് തന്നെയല്ല, അവരുടെ വീട്ടില് 8 മെമ്പേഴ്സാ, 8 ആൾക്കാരാ. അച്ഛനെ, അമ്മ, മേശ്ശിരി, ഭാര്യ, 2 പിള്ളേര്, അവന്റെ പെങ്ങൾ, 8 പേരാ. അപ്പൊ നമ്മളെ ഒരു കുടുംബത്തെ കൂടെ പോറ്റുക. 1.5 മാസത്തെ പണി വരും. അപ്പൊ 1.5 മാസത്തേക്ക് വയനാട് കട്ടിൽ കൊടുക്കുന്നു. ഈ 1.5 മാസത്തേക്ക് ഒരു കുടുംബത്തെ നമ്മളെ സഹായിക്കുന്നു. അല്ല, അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഒരു കുറെ അതിഥികൾ വരുന്നുണ്ട് അല്ലേ? ഏകദേശം ഇവിടെ 100 പ്രാവുകളോളം ഡെയിലി 1 കിലോളം 1.5 കിലോ അരി ഡെയിലി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ കമ്പി വന്ന് നിരന്നിരിക്കും. കറക്റ്റ് 6-5 ആകുമ്പോൾ ഈ കമ്പിയിൽ 100 പ്രാവ് കാണും. ഞാൻ ആണ്ടാ സഞ്ചി വിട്ടിരിപ്പുണ്ട്. അരി വാരി ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് പ്ലെയിൻ വരുമ്പോൾ കുമ്മം താഴും. തന്നെടുത്ത് ഒറ്റ അരി വേണോ നോക്കി അവിടെ തിന്നിച്ച് തപ്പൻ പറഞ്ഞു പോകും. അത് നോക്കുമ്പോഴേ ഈ അരിവായിട്ടോട്ട് ഞാൻ ഇങ്ങോട്ട് മാറി ഇവിടെ ഈ പടിയിലിരിക്കും. അപ്പൊ ഇവര് വന്ന തിന്നിട്ട് പോകുന്ന കാണുമ്പോൾ നമുക്ക് വലിയൊരു മനസ്സിനൊരു സുഖമാണ്. 100 എവിടെ കാണും. ഈ കമ്പി നിരന്നിരിക്കും. എന്നിട്ട് 6-5 ആകുമ്പോൾ ഒരു ദിവസം പോലും മുടങ്ങത്തില്ല. ഇല്ല, അഥവാ നമുക്ക് ഞാൻ വല്ല വഴിക്കും തലേനെ പോവാണെങ്കിൽ ഞങ്ങൾ അടുത്ത വീട്ടുകാരെ ഏൽപ്പിച്ചേക്കും. ഞാനോ ഭാര്യ മക്കളെ ഇല്ലെങ്കിലേ അപ്പോഴും ഇവർക്ക് അരി ഭക്ഷണം കിട്ടും. ഭക്ഷണം അരി ഇവിടെ. ഇപ്പം തന്നെ ഞങ്ങള് മറ്റൊരു വീഡിയോ കണ്ടോണ്ടാ വന്നേ. എന്നിട്ടും പുള്ളിക്കൊരു മടിയായിരുന്നു. എന്തിനാ ഒരു പബ്ലിസിറ്റി വേണ്ട, ജനിച്ചാൽ എന്തായാലും ഒരിക്കൽ മരിക്കും. പക്ഷേ നമ്മളെ തളർത്താൻ പറ്റില്ല. കാര്യം ഇതുപോലെയുള്ള ദൈവത്തിന്റെ കൈയുള്ള മനുഷ്യർ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. എല്ലാം ദൈവം തന്നെ സഹോദരങ്ങളല്ലേ? അതെ, അല്ല വെറും പന്നമാര് കൊടുത്ത് ആടിയും പൂടയും പടുത്തി കുറെ ആൾക്കാർ ഇങ്ങനെ ആരും മുണ്ട് കൊടുത്തൊക്കെ വർഗീയമായിട്ട് കുറ്റം പറയല്ല. നമ്മളെ ഭൂമിയിലെ കേരളത്തിലെ കേരളീയര്, ഇന്ത്യക്കാര്. അപ്പൊ നമ്മുടെ സുഖം ഇപ്പൊ എത്രയോ ജനങ്ങൾ അവിടെ മതി മറന്ന് എല്ലാവരും മുന്നേ നോക്കാവുന്ന. അപ്പൊ നമ്മളും കൊടുക്കുക. അപ്പൊ ഇവര് വീടും പൂർത്തീകരിക്കും. നമ്മുടെ കട്ടിൽ പറക്കിട്ട് കൊടുക്കുമ്പോൾ ആ കട്ടിലെല്ലാം ദൈവമേ അവർ കിടക്കാം. അത്രേ ഉള്ളൂ. അപ്പം അസീസമ്മനെ പോലെയുള്ള ദൈവതുല്യരായ ഒരുപാട് മനുഷ്യർ നമ്മുടെ ഈ ലോകത്തുണ്ട്. ദീർഘായുസോടുകൂടി ഒരുപാട് കാലം ജീവിച്ചിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അപ്പൊ നമ്മുടെ അസീസമ്മൻ 100 കട്ടിൽ കൊടുക്കുന്ന ആ കട്ടിൽ പണിയുന്ന ആളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. ചേട്ടാ, വയനാട്ടിലെ ആ ഒരു ദുരന്ത ഭൂമിയിലേക്കാണ് ചേട്ടൻ പണിയുന്ന ഈ ഒരു കട്ടിൽ പോകാൻ പോകുന്നത്. എന്താണ് ഈ നിമിഷം തോന്നുന്നത്? നമുക്ക് സന്തോഷമാണ്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് നല്ല കാര്യമല്ല. അതെ, കാര്യം നമ്മളെ കൊണ്ട് ഒക്കുന്ന പരിപാടിയിലും ചെയ്യാൻ പറ്റും. അതെ, ഇങ്ങനെയൊക്കെ ഒരു കാര്യം ഉപകാരം ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. കാര്യം നമുക്കിപ്പം വയനാട് ജനത അതുപോലെ അനുഭവിച്ചു. ഭയങ്കര കഷ്ടപ്പാടിലിരിക്കുന്ന സമയമാണ്. അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. കാര്യം അതിലുപരി അസീസണ്ണ ഇതുപോലൊരു പ്രവൃത്തി ചെയ്യുമ്പോഴേ കൊണ്ട് തന്നപ്പോൾ അതിനേക്കാളും നല്ല സന്തോഷമാണ്. കാര്യം നമുക്ക് ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞല്ലോ. കാര്യം ഞങ്ങള് അസീസണ്ണോട് ചോദിച്ചു. അസീസണ്ണൻ പറഞ്ഞ എനിക്ക് 100 പേർക്ക് കട്ടിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യം ഞാൻ പിന്നെ ഒരു കുടുംബത്തിന് ഒരു സഹായവും ചെയ്യുന്നുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു നന്മയുള്ള മനുഷ്യനാണ്. പിന്നെ അതെ. അപ്പൊ നമ്മുടെ അസീസന്റെ കട്ടിൽ പണിഞ്ഞ് വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന ആ ഒരു ദൗത്യത്തിൽ പങ്കെടുത്ത പേരെന്തായിരുന്നു? എന്റെ പേര് ബിനു. ബിനു ചേട്ടനും ഇതൊരു ദൗത്യത്തിന്റെ ഭാഗമാണ്.